QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് അക്കൗണ്ട് ബാലൻസ് നോക്കുന്നവരാണോ നിങ്ങൾ? ഇനി മുതൽ അങ്ങനെ തോന്നുമ്പോൾ അക്കൗണ്ട് ബാലൻസ് നോക്കാൻ സാധിക്കില്ലെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. UPI പേയ്മെൻറ്റ് ആപ്പുകളിൽ ഇന്നു മുതൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞ മാറ്റങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള പേയ്മെൻറ്റ് ആപ്പുകൾക്കും ബാങ്കുകൾക്കും സൗകര്യപ്രദമാകുന്ന തരത്തിലാണ് മാറ്റങ്ങൾ. പ്രധാനപ്പെട്ട 6 മാറ്റങ്ങൾ ഇവയാണ്. ഇനി മുതൽ പേയ്മെൻറ്റ് ആപ്പുകൾ വഴി ഒരു ദിവസം 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. 2 പേയ്മെൻറ്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഓരോ ആപ്പുകളിലും 50 തവണ വെച്ച് ബാലൻസ് തിരയാനുള്ള ഭാഗ്യമുണ്ടാകും. പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഓട്ടോ പേയിലൂടെ പണം പോകുന്ന സാഹചര്യം ഇനി ഉണ്ടാകില്ല. രാവിലെ 10 മണിക്ക് മുമ്പ്, ഉച്ചയ്ക്ക് 1-നും വൈകിട്ട് 5-നും ഇടയിൽ, രാത്രി 9:30-ക്ക് ശേഷം അങ്ങനെ ഇടപാടുകളുടെ തിരക്കില്ലാത്ത സമയത്തെ ഓട്ടോ പേ നടക്കുകയുള്ളൂ. ഇനി മുതൽ ദിവസം 3 തവണ മാത്രമേ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയൂ. ഓരോ ട്രാൻസാക്ഷൻ ചെക്കിനും ഇടയിൽ മിനിമം 90 സെക്കൻഡ് ഇടവേള ആവശ്യമാണ്. പേയ്മെൻറ്റ് ആപ്പുകളുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇനി ഒരു ദിവസം 25 തവണ മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇടപാടുകൾക്ക് മുമ്പ് പണം അയക്കുന്നത് ആർക്കാണോ അവരുടെ പേര് കൃത്യമായി തെളിയുമെന്ന ഉറപ്പും പേയ്മെൻറ്റ് ആപ്പുകൾ നൽകുന്നു. ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് SBI ചില മാറ്റങ്ങൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. SBIയുമായി സഹകരിച്ച് മറ്റ് ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ ഇനി മുതൽ SBIയുടെ സൗജന്യ വിമാനാപകട ഇൻഷുറൻസ് ലഭ്യമാകില്ല. UCO ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക് എന്നിവയുൾപ്പെടെ നിരവധി ബാങ്കുകൾ നൽകുന്ന SBI എലൈറ്റ്, SBI പ്രൈം കാർഡുകളിലെ ഇൻഷുറൻസ് സ്കീമാണ് ഒഴിവാക്കിയത്. ഇന്ന് കേന്ദ്ര സാമ്പത്തിക ബിൽ കൂടി നിലവിൽ വരുന്ന സാഹചര്യത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന മാറ്റങ്ങളാണ് പേയ്മെൻറ്റ് ആപ്പുകളിൽ വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ മറക്കേണ്ട, ബാലൻസ് നോക്കുന്നതിന് ഇനിയൊരു കണക്ക് വേണം.